Hello friends, today I am going to discuss about particle accelerators. Particle accelerators are devices by which the charged particles can be energized. ചാർജുള്ള പാർട്ടിക്കിൾസിനെ എനർജൈസ്ഡ് ആക്കാൻ കഴിയുന്ന ഡിവൈസസ് ആണ് പാർട്ടിക്കിൾ ആക്സിലേറ്റേഴ്സ്. The accelerators played a vital role in the development of nuclear and particle physics. ന്യൂക്ലിയർ ആൻഡ് പാർട്ടിക്കിൾ ഫിസിക്സിൻ്റെ ഡെവലപ്മെൻറ്റിന് ആക്സിലേറ്റേഴ്സ് ഒരു വൈറ്റൽ റോള് വഹിച്ചിട്ടുണ്ട്. Before the advent of these machines, the only sources of high energy charged particles required for the study of nuclear transmutation were the naturally radioactive substances emitting alpha and beta particles. അതായത് ഈ യന്ത്രങ്ങളൊക്കെ വരുന്നതിന് മുന്നേ ന്യൂക്ലിയർ ട്രാൻസ്മിഷൻസിനെ കുറിച്ചുള്ള പഠനത്തിന് ആവശ്യമായ ഈ ഹൈ എനർജി ചാർജ്ഡ് ആയ പാർട്ടിക്കിൾസിൻ്റെ ഒരു ഏക സോഴ്സ് ആൽഫ ബീറ്റ പാർട്ടിക്കിൾസ് എമിറ്റ് ചെയ്യുന്ന നാച്ചുറലി ആയിട്ടുള്ള റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസസ് ആയിരുന്നു എന്നാണ് അവിടെ പറഞ്ഞത്. ഇറ്റ് ഈസ് ഡ്യൂ ടു ദ ലിമിറ്റേഷൻസ് ബോത്ത് ഓഫ് എനർജി ആൻഡ് ഇൻറ്റൻസിറ്റി ഓഫ് ദ ബീം ഓഫ് പാർട്ടിക്കിൾസ് ദ യൂസ്ഫുൾനെസ് ഓഫ് ദീസ് സോഴ്സ് ആർ ലിമിറ്റഡ്. എന്താണ് ഈ പാർട്ടിക്കിൾസിൻ്റെ ബീമിൻ്റെയും എനർജിയുടെയും പാർട്ടിക്കിൾസിൻ്റെ ബീമിൻ്റെ എനർജിയുടെയും ഇൻറ്റൻസിറ്റിയുടെയും ലിമിറ്റേഷൻസ് കാരണം ഈ സോഴ്സസിൻ്റെ യൂസ്ഫുൾനെസ് ലിമിറ്റഡ് ആണ്. ഓക്കെ, ഇറ്റ് വാസ് J.D. Cockcroft and E.T.S. Walton, students of Rutherford, constructed a particle accelerator for the first time, which would accelerate the protons to high enough energy to produce nuclear transmutation. Accelerators can be divided broadly into two classes. They are electrostatic accelerators and cyclic accelerators. In electrostatic accelerators, the charged particles are accelerated by applying a constant voltage difference between the ion source and the target. ഇലക്ട്രോസ്റ്റാറ്റിക് ആക്സിലേറ്റേഴ്സിൽ അയൺ സോഴ്സും ടാർഗറ്റും തമ്മിൽ കോൺസ്റ്റൻറ്റ് വോൾട്ടേജ് ഡിഫറൻസ് അപ്ലൈ ചെയ്ത് ചാർജ് ചെയ്ത പാർട്ടിക്കിൾസിനെ ആക്സിലറേറ്റ് ചെയ്യിക്കുന്നു. The final energy of the particles is determined by the applied voltage. Applied voltage ആണ് പാർട്ടിക്കിൾസിൻ്റെ ഫൈനൽ എനർജി ഡിറ്റർമൈൻ ചെയ്യുന്നത്. The maximum energy that can be attained is about a few million electron volts. എന്താണ് അറ്റൈൻ ചെയ്യാൻ കഴിയുന്ന മാക്സിമം എനർജി ഫ്യൂ മില്യൺ ഇലക്ട്രോൺ വോൾട്ട് ആണ്. The acceleration of the charged particles in these accelerators takes place in one step. ഈ ആക്സിലേറ്റേഴ്സിൻ്റെ ചാർജ് ചെയ്ത പാർട്ടിക്കിൾസിൻ്റെ ആക്സിലറേഷൻ വൺ സ്റ്റെപ്പിലാണ് നടക്കുന്നത്. The cyclic accelerators accelerate the particles in multiple steps, imparting a relatively small amount of energy in each step. അപ്പോൾ എന്താണ് സൈക്ലിക് ആക്സിലറേറ്റേഴ്സ് മൾട്ടിപ്പിൾ സ്റ്റെപ്സിലൂടെ ആക്സിലറേറ്റ് ചെയ്യുകയും ഓരോ സ്റ്റെപ്പിലൂടെ റിലേറ്റീവ്ലി സ്മോൾ എമൗണ്ട് ഓഫ് എനർജി നൽകുകയും ചെയ്യുന്നു. The trajectory of the particles in these machines can be curved as in the cyclotron and straight line as in the linear accelerator. എന്താണ് ഈ മെഷീൻസിലെ പാർട്ടിക്കിൾസിൻ്റെ സഞ്ചാരപഥം സൈക്ലോട്രോണിലെയും സ്ട്രെയിറ്റ് ലൈനിലും ഉള്ളതുപോലെ കർവ്ഡ് ആയിരിക്കും എന്നാണ് പറയുന്നത്. ലീനിയർ ആക്സിലറേറ്റർ, ലിനാക് എന്ന് പറയും. ലീനിയർ ആക്സിലറേറ്റർ accelerate charged particles along a straight line in multiple steps by an oscillating electric field.
ലീനിയർ ആക്സിലറേറ്റർ ചാർജ് ചെയ്ത പാർട്ടിക്കിൾസിൻ്റെ ഒരു സ്ട്രെയിറ്റ് ലൈനിലൂടെ ഒന്നിലധികം ഘട്ടങ്ങളിലൂടെ ഓസിലേറ്റ് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡ് വഴി ആക്സിലറേറ്റ് ചെയ്യുന്നു. The first working linear accelerators was built by R. Whitrow in 1928. Used only 3 coaxial cylindrical electrodes and could accelerate K plus and Na plus ions to twice the energy available for a single traversal of the field. അതായത് ആദ്യത്തെ പ്രവർത്തനക്ഷമമായ ലീനിയർ ആക്സിലറേറ്റർ നിർമ്മിച്ചത് 1928 ആർ വിഡ്രോ ആണ്. അത് 3 കോവാക്സിയൽ സിലിണ്ടറിക്കൽ ഇലക്ട്രോഡ്സ് യൂസ് ചെയ്തിട്ടാണ്. മാത്രമല്ല കെ പ്ലസ് എൻ പ്ലസ് അയോൺസ് ഫീൽഡ് വഴി ഒറ്റത്തവണ സഞ്ചരിക്കുമ്പോൾ ലഭ്യമാകുന്ന എനർജിയുടെ ഇരട്ടി വേഗത്തിലാക്കാൻ കഴിയും എന്നാണ് ഇവിടെ പറയുന്നത്. ഇൻ 1931 E.O. Lawrence and D.H. Sloan at University of California, Berkeley built an accelerator using 10 accelerating electrodes to produce 1.25 megawatt mercury ions. എന്താണ് 1931 E.O. ലൗറൻസ് ആൻഡ് D.H. സ്ലോൺ ഒരു ആക്സിലറേറ്റ് ഇലക്ട്രോഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ആക്സിലറേറ്റർ ഉണ്ടാക്കി. അതും 1.25 മെഗാവോൾട്ട് മെർക്കുറി അയോൺസ് ആണ്. സിൻസ് ദെൻ എ ലാർജ് നമ്പർ ഓഫ് ലീനിയർ ആക്സിലറേറ്റേഴ്സ് ബോത്ത് ഫോർ atomic ions and electrons have been built in different parts of the world. അതിനുശേഷമാണ് ലോകത്തിൻ്റെ പല ഭാഗത്തും ലാർജ് നമ്പർ ഓഫ് ലീനിയർ ആക്സിലറേറ്റേഴ്സ് ഒക്കെ ഉണ്ടാക്കി വരാൻ തുടങ്ങിയത്. ഹിയർ വി ഡിസ്കസ് എ സിമ്പിൾ ഫോം ഓഫ് ലീനിയർ ആക്സിലറേറ്റർ. നെക്സ്റ്റ് കൺസ്ട്രക്ഷൻ ആണ്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ സീരീസ് ഓഫ് കോആക്സിയൽ സിലിണ്ടറിക്കൽ ഡ്രിഫ്റ്റ് ട്യൂബ്സ് along the axis of which the charged particles travel. One set of alternate electrodes is connected to the one terminal of the RF supply system, while the other set of alternate electrodes is connected to the other terminal of the RF supply in a linear accelerator of ions. The successive electrodes tubes are of gradually increasing lengths. The cylindrical drift tubes are arranged inside a glass vacuum chamber. An ion source, which is to be accelerated, is kept at A.